അതെന്തുകൊണ്ട് നടത്തി നിങ്ങൾക്ക് അറിയോ അതറിയോ? ഇത് നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും ഭാര്യയും കൂടി എനിക്ക് വളരെ അടുത്തറിയുന്ന പയ്യനെ ജോത്സ്യൻ മാധവപൂതാളെ കാണാൻ പോയിരുന്നു. ഞാൻ നല്ല ബന്ധുവിലാണ്, ഞാൻ ഇടയ്ക്ക് കാണാൻ പോകുന്ന ആളുമാണ്. അവിടെ പോയതെന്താ എനിക്കറിയോ? ഈ എന്താണ് അയ്യപ്പ കോപം മാറ്റാൻ പരിഹാരം? അയാൾ പറഞ്ഞു കൊടുത്താണ് അയ്യപ്പ സംഗമം നടത്തണം. അതാണ് സംഗമം നടത്താൻ കാരണം. നിങ്ങൾ ആരും പഠിക്കാതെ, നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങൾ പോയി അന്വേഷിക്കും. മാധവപൂതാൾ പറഞ്ഞു എന്തുകൊണ്ടാണ് മാധവപൂതാളുടെ നിർദ്ദേശം വെച്ചിട്ടാണ് അയ്യപ്പ സംഗമം നടത്താൻ കാരണം. തർക്കം നിങ്ങൾക്ക് വേണ്ട. ഏത് വെറുതെ നടത്തിയതല്ല. പക്ഷെ ഇവിടെ നമ്മളെ ചോദ്യം ഒന്നല്ല. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇത് രണ്ടിന് ഘടകവിരുദ്ധമായി എന്ന് പോലീസ് ഉപയോഗിച്ചുകൊണ്ട് ഋതുമതികളായ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുണ്ട്. ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചാൽ സംഗമം നടത്തുന്നതിന് മുമ്പേ ആ കേസ് പിൻവലിക്കണമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ കേസിലെ പ്രതികളാണ്. അത് പിൻവലിക്കണമായിരുന്നു. ഒന്നും ഗവൺമെന്റ് ചെയ്തില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം രാഷ്ട്രീയമാണ്. ഏതായാലും മാധവപൂതാളാണ് ഇപ്പോഴത്തെ ശരണം. പൊതുവാൾ എന്ത് പറയുന്നു ചെയ്യാൻ തയ്യാറായി ഗവൺമെന്റ്. ജനങ്ങൾ പറയണ്ട, പൊതുവാൾ പറഞ്ഞാൽ മതി. ഈ ആളൊഴിഞ്ഞ കസേരകളെ മാധ്യമങ്ങളുടെ സൃഷ്ടി എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഗോവിന്ദൻ മാഷ് പറഞ്ഞതിൽ ഉത്തരം പറയാൻ പറ്റുമോ? ഗോവിന്ദൻ മാഷ് എന്താ പറയുന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ല, ഗോവിന്ദൻ മാഷാണ് ഈ സംഗമത്തിന്റെ ആള്. നിങ്ങൾ ആലോചിക്കണം, ഈ സംഗമം നടത്താൻ കാരണം ഗോവിന്ദൻ മാഷാണ്. ഗോവിന്ദൻ മാഷാണ് പൊതുവാളെ പോയി കണ്ടത്. പൊതുവാളുടെ നിർദ്ദേശമാണ് സംഗമം. അത് വൃത്തിയായി ഏതായാലും.